ഒരു കാർ പിയിൽ നിന്നും ക്യൂവിലേക്ക് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ പോവുകയും ക്യൂയിൽ നിന്ന് പിയിലേക്ക് മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗതയിൽ തിരികെ വരികയും ചെയ്തു. പി മുതൽ ക്യൂ വരെയുള്ള ദൂരം 150 കിലോമീറ്റർ ആണെങ്കിൽ കാറിന്റെ ശരാശരി വേഗത എത്രയാണ്? ഇവിടെ പോയ ദൂരവും തിരികെ വന്ന ദൂരവും ഒന്നാണ്. ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചു കഴിയുമ്പോഴുള്ള ശരാശരി വേഗത കണ്ടുപിടിക്കാൻ നമുക്കൊരു സമവാക്യമുണ്ട്. 2xy by x+y. ഇവിടെ x എന്ന് പറയുന്നത് ആദ്യത്തെ വേഗതയും y എന്ന് പറയുന്നത് രണ്ടാമത്തെ വേഗതയുമാണ്. അപ്പോൾ നമുക്ക് എഴുതാം 2 ഗുണിക്കണം ആദ്യത്തെ വേഗതയായ 50 ഗുണിക്കണം രണ്ടാമത്തെ വേഗതയായ 75 ബൈ 50 കൂട്ടണം 75. 2 ഗുണിക്കണം 50 100. അപ്പോൾ 100 ഗുണിക്കണം 75 ബൈ 125, അതായത് 7500 ബൈ 125 60 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം.